ഡിബേറ്റ് വിത്ത് മാധു സജി. സംഘപരിവാർ അനുഭാവി ഡി മാവൂദ് എം ജി സർവകലാശാല വിസി നിയമിച്ചത് രാജേന്ദ്ര അർലേക്കർ. എം ജി സർവകലാശാല സെനറ്റിൽ സംഘപരിവാർ പശ്ചാത്തലമുള്ള 19 പേർ നിയമിച്ചത് രാജേന്ദ്ര അർലേക്കർ. BJP പോഷക സംഘടനാ നേതാവ് സജിത റാണി കാർഷിക സർവകലാശാല വിസി നിയമിച്ചത് രാജേന്ദ്ര അർലേക്കർ. ഇതൊക്കെ ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലകളിലെ ഇടപെടലാണെന്ന് വെക്കാം. പോയി സംസ്ഥാന പോലീസ് മേധാവിയെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. എന്തിന്? കാലടി സർവകലാശാലയിലെ ഒരു സമരത്തിന്റെ പേരിൽ. കേരളത്തിലെ ജനങ്ങൾ വോട്ടു ചെയ്ത് ജയിപ്പിച്ച സർക്കാരുണ്ട്. എക്സിക്യൂട്ടീവിന്റെ തലവനായ മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്. അതിനു മുകളിലല്ല കേന്ദ്രമിറക്കിയ ഒരു ഗവർണർ. വിശദമായ ചർച്ചകളിലേക്ക് ശ്രീ M. ശിവപ്രസാദ്, SFI സംസ്ഥാന പ്രസിഡന്റ്, ശ്രീ മുഹമ്മദ് ഷമാസ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ശ്രീ AK അനുരാജ്, വലത് സഹയാത്രികൻ. ശ്രീ മുഹമ്മദ് ഷമാസ്, ഏറ്റവും ഒടുവിൽ DGPയെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. സിസ തോമസിനെതിരായ സമരത്തിൽ അറസ്റ്റിലായ SFI നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിനുള്ള അധികാരം സർക്കാരിന് മുകളിൽ? എന്താണ് അദ്ദേഹത്തിനുള്ള അധികാരം സംസ്ഥാനത്തെ പോലീസിന് മുകളിൽ? എന്താണ് അദ്ദേഹത്തിനുള്ള അധികാരം സംസ്ഥാനത്തെ ദൈനംദിന ഭരണത്തിന് മുകളിൽ? മാധു, ഇവിടെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഗവർണറുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കട്ടെ. നേരത്തെയും ഈ പറഞ്ഞ സമാനമായ രീതിയിലുള്ള പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ യോഗം വിളിച്ചു ചേർത്ത സമയത്ത് ഉൾപ്പെടെ കൃത്യമായ അക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനം കേരളത്തിലുണ്ട്. ഈ പറഞ്ഞ ഭരണഘടനയുടെ 167 വകുപ്പ് അനുസരിച്ച് സംസ്ഥാനത്തെ ഗവർണർക്ക് ആ രീതിയിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നതിനോ കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതിനോ ഉള്ള ചട്ടം നിലനിൽക്കുന്നില്ല എന്ന് നമുക്കറിയാം. എന്നാൽ മുൻപ് സമാനമായ ചില സംഭവ വികാസങ്ങൾ മുമ്പ് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉൾപ്പെടെ ഇതേ അർലേക്കർ തന്നെ ഗവർണറായിരിക്കുന്ന സമയത്ത് അന്ന് DGPയുടെ ചുമതലയുണ്ടായിരുന്ന ആളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിയ സാഹചര്യവും അദ്ദേഹം പോയ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വശം കൂടെയുണ്ട്. ഇക്കാര്യത്തിൽ പൊതുവിൽ ഒരു നിലപാട് നേരത്തെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ സർക്കാർ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ജനങ്ങളുടെ അധികാരത്തോടുകൂടി തെരഞ്ഞെടുത്ത് കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി സർക്കാർ ഭരണം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മകളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ അതിനകത്ത് ഗവർണർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ആശങ്കകൾ, ചാൻസലർ ഇപ്പോൾ സിസ തോമസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാനും ആ അതൃപ്തി ഉൾപ്പെടെ അദ്ദേഹത്തിന് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ട ഒരു രീതിയുണ്ട്. അതിനപ്പുറത്തേക്ക് DGP ഉൾപ്പെടെ നേരിട്ട് വിളിച്ച് ഈ രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നതിൽ ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. ഇവിടെ തലക്കെട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഗവർണർ രാജല്ല, ഈ പറഞ്ഞ സർവകലാശാല വിഷയങ്ങളിലും അക്കാദമിക് കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഈ ചാൻസലർ എന്ന് പറയുന്ന പദവി ഉപയോഗിച്ചുള്ള ഇടപെടലും അതിന്റെ രാഷ്ട്രീയവും അതിന്റെ അജണ്ടയും ഒക്കെ മറ്റൊരു വശം. പക്ഷെ ഭരണപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ കയറി ഇടപെടുന്ന രീതി അത് ഒരു തരത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല. അതിനോട് യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതൊരിക്കലും വച്ചു ഉറപ്പിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ കഴിയുന്ന ഒന്നല്ല എന്ന നിലപാട് തന്നെയാണ് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ ശരിയാണ്. മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം DGPയെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പൊ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് വകുപ്പ് മേധാവികളെ വിളിച്ചു വരുത്തി ഇതിനു മുൻപ് ശക്തമായ സന്ദേശം നടക്കില്ല എന്നത് വളരെ വ്യക്തമായി അറിയിച്ചാൽ നിർത്താവുന്നതല്ലേ ഉള്ളൂ ഇത്? അല്ല, നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അക്കാര്യത്തിൽ കൃത്യമായി ആ സമയത്ത് ആ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ തീരുമാനം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത ഘട്ടത്തിൽ അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അതിനകത്തുള്ള അതൃപ്തി കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. ഏത് തരത്തിലും ഇനി അങ്ങോട്ട് അത്തരം രീതികൾ ആവർത്തിക്കാൻ പാടില്ല എന്ന രീതിയിലേക്കുള്ള കർശനമായ ഒരു താക്കീത് തന്നെ നൽകുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ തുടക്കത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമുണ്ട്. നേരത്തെ ഈ പറഞ്ഞ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ചീഫ് സെക്രട്ടറിയെയും DGPയെയും വരെ ഈ പറഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിളിച്ച് സമൻസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായി. അതെങ്ങനെയാണ് പിന്നീട് ആ വിഷയം പരിഹരിച്ചത് എന്നുള്ള ഉൾപ്പെടെയുള്ള എന്താണോ ഗവർണർ ആവശ്യപ്പെട്ടത് അതേ രീതിയിൽ എന്ത് റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടത് ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി വഴി
നൽകിയിട്ടാണ് ആ വിഷയം പരിഹരിച്ചത്. അങ്ങനെയുള്ള ഒരു വർഷമൊക്കെ അതിനുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി അധികാര പരിധി അത്രമേൽ വിശാലമല്ല എന്നത് ചൂണ്ടിക്കാണിച്ച് കത്തയച്ചു. DGPയും ഗവർണർ ചീഫ് സെക്രട്ടറിയും DGPയെ അന്ന് ലോക്ഭവനിലേക്ക് പോയില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടിയുണ്ട്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. പിന്നീട് അത്രമേൽ റിപ്പോർട്ട് നൽകിയത് ശരിയാണ്. പക്ഷെ അത് ആ സമയത്തല്ല. അല്ലാതെ ഞാനത് അതിനേതെങ്കിലും തരത്തിൽ അത് ശരിയാ അത് തെറ്റാണ് എന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കൃത്യമായ ആ കാര്യം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഈ ഘട്ടത്തിൽ എന്താണ് അതിന്റെ ഒരു ഔദ്യോഗിക വശം എന്നറിയില്ല. DGP ഈ പറഞ്ഞ ഏത് സാഹചര്യത്തിൽ അങ്ങനെ പോയിട്ട് അതിനെ സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം ഏത് തരത്തിലും നമുക്ക് അങ്ങനെ ഇന്ന കാര്യത്തിനാണ് പോയെന്നോ വിശദീകരിച്ചെന്നോ ഗവർണറുടെ ഭാഗത്തുനിന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യക്തത നമുക്ക് വന്നിട്ടില്ല. അത് കൃത്യമായി തന്നെ നേരത്തെയുള്ള സംഭവ വികാസങ്ങൾ ഉൾപ്പെടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതുപോലെ ഇക്കാര്യത്തിലും കൃത്യമായി ഗവൺമെന്റിന്റെ അഭിപ്രായം, ഗവൺമെന്റിന്റെ തീരുമാനം അത് ഏറ്റവും അടുത്ത് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അക്കാര്യത്തിൽ ഒരു ആശങ്കയും ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരം ഒരു നടപടിയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ടും അത് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. യെസ്, ശ്രീ M. ശിവപ്രസാദ്, എക്സിക്യൂട്ടീവിന്റെ തലവനായ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും മറികടന്ന് സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ നേരിട്ട് വിളിച്ചു വരുത്തിയത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. പിണറായി വിജയൻ 2 മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പോയ സർക്കാരിന്റെ കാലത്ത് അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്നതടക്കം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർവകലാശാലകളിലും ഗവർണർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൈകടത്തലിനെതിരെ ഇപ്പോഴത്തെ സർക്കാർ നിലപാടെടുക്കുന്നില്ല, വീണ്ടും അതിനുള്ള പഴുതൊരുക്കുകയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയതുമായി ബന്ധപ്പെട്ട് സർക്കാർ വളരെ കൃത്യമായ ആശയവിനിമയം ലോക്ഭവന് നൽകിയിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം DGPയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് വകുപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്. വിട്ടാൽ അദ്ദേഹം കോടതിക്ക് പകരവും ക്യാബിനറ്റിന് പകരവും ഭരിച്ചു കളയുമല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് ഗവർണറെ നിർവഹിച്ചിട്ടുള്ളതെന്ന് ഒരുപാട് തവണ ഇതേ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. സെറിമോണിയൽ ഹെഡ് എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവർണറെ വിശേഷിപ്പിക്കുന്നത്. ആലങ്കാരികമായ തലവൻ. സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വം ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയും ഗവൺമെന്റുമാണ്. രാഷ്ട്രീയമായ വിയോജിപ്പ് എല്ലാ കാലത്തും തെരഞ്ഞെടുക്കപ്പെടുന്ന മുന്നണിക്കെതിരെ നിൽക്കുന്നവർക്ക് ഉണ്ടാവും. പക്ഷെ ഒരു ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെന്റിന് അതിന്റെ അധികാരം പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഫെഡറൽ രാജ്യത്ത് എല്ലാ അവകാശവും അധികാരവും ഉണ്ട്. എന്നാൽ ഈ അധികാരം സറണ്ടർ ചെയ്യുന്നത് എന്തിനാണ്? അതാണ് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തിനീ അധികാരം സറണ്ടർ ചെയ്യുന്നു? ഈ അധികാരം സറണ്ടർ ചെയ്യപ്പെടുന്നിടത്താണ് ഞാൻ ഇതിന്റെ സർവാധികാരിയാണ് എന്ന തെറ്റിദ്ധാരണ കൂടുതൽ ഗവർണർക്കുണ്ടാവുന്നത്. നിങ്ങൾ ഈ ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷമുള്ള ഓരോ ദിവസങ്ങൾ എടുത്ത് പരിശോധിക്കും. ഇത് ആദ്യത്തെ വിവാദമാണോ? ഗവർണറുമായി ബന്ധപ്പെടുത്തി സർവകലാശാലയെ ബന്ധപ്പെടുത്തി എത്രയോ വിവാദങ്ങളുണ്ടായി. ഇൻട്രോയിൽ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ നിങ്ങൾ പറഞ്ഞല്ലോ, ഉണ്ടായ സംഭവങ്ങളുടെ ഒരു നീണ്ട പട്ടികയിൽ 2 വിഷയങ്ങൾ മാത്രമാണ് നിങ്ങൾ പറഞ്ഞത്. ഇത്രയും വിഷയങ്ങൾ സർവകലാശാല കേന്ദ്രീകരിച്ച് ഗവർണർ നേതൃത്വം കൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഭരണ സംവിധാനം പ്രതികരിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഉയർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ പ്രിയപ്പെട്ട KSUവിന്റെ പ്രതിനിധി UDF ഗവൺമെന്റിനെ ന്യായീകരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒരു ആവേശം എന്തായാലും ഇപ്പൊ കാണുന്നില്ല. ഏതായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ ആവേശം കൂടട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കും. നിങ്ങൾ കൂടുതൽ ആവേശത്തോടെ ഗവർണറെ നേരിടണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ആ ആവേശം പ്രതികരണത്തിൽ കാണാത്തത് കൊണ്ടൊരു നിരാശ ഞാൻ ആദ്യം തന്നെ ഈ ചർച്ചയിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ ഇവിടെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം, ഇവിടെ ഗവർണർ ഒരു DGPയെ വിളിച്ചു വരുത്തുന്നതാണ് മാത്രമായി നമുക്കിനെ ചുരുക്കിക്കാണാൻ കഴിയും. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ നിങ്ങൾ കൂടുതൽ കർശനമായി വകുപ്പ് ചുമത്തണമെന്നും സമരത്തെ എങ്ങനെ നേരിടണമെന്ന് നേരിട്ട് DGP ഇവിടുത്തെ ഗവർണർ DGPക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെന്തിനാ ഇവിടെ ആഭ്യന്തര വകുപ്പ്? പിന്നെന്തിനാ ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി? പിന്നെന്തിനാ ഇവിടെ ഒരു ഗവൺമെന്റ്? ഇവിടെ കേരളത്തിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ, സമരങ്ങൾ, ഇവിടെ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ അത് നേരിടേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ? ആ ഗവൺമെന്റ് ഉത്തരവാദിത്തത്തിലെ കൈകടത്തുകയല്ലേ? ഈ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ഈ പറയുന്ന ആഭ്യന്തര മന്ത്രാലയത്തെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ അറിയിക്കാമല്ലോ. അദ്ദേഹം നേരിട്ട് പോയി തിട്ടൂരം വാങ്ങിക്കൊണ്ട് വരേണ്ടെന്ന് ആവശ്യമുണ്ടോ? അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഞാൻ പറഞ്ഞത് സറണ്ടർ ചെയ്യുന്നത് ആര്? അവിടെയാണ് ആ രാഷ്ട്രീയ ചോദ്യം വരുന്നത്. യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരെ വിളിപ്പിച്ചല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ചില്ലേ, വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അങ്ങൊന്ന് പ്രതികരിക്കണ്ടേ?
അങ്ങ് ഇതിനെതിരെ ഒന്ന് പ്രതികരിച്ചാലല്ലേ ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കൂ. അത് ഞാൻ ചീഫ് സെക്രട്ടറി കൈവശം പ്രതികരണം കൊടുത്തു വിട്ടിട്ടുണ്ട് എന്നല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്? ഏത് ചീഫ് സെക്രട്ടറി? വന്ദേ മാതരം മുഴുവൻ പാടണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് സർക്കുലർ അയച്ചപ്പോ ആ സർക്കുലർ അതേപോലെ കേരളത്തിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഏത് തദ്ദേശ വകുപ്പിന്റെ അയച്ചു കൊടുത്ത് താഴേക്ക് സർക്കുലേറ്റ് ചെയ്യിപ്പിച്ച ഗവർണർക്ക് വിനീത വിധേയനായി നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയോട് തന്റെ പ്രതിഷേധം പറഞ്ഞയച്ചു എന്ന് പറഞ്ഞ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അങ്ങനെ പ്രതിഷേധിച്ചാൽ മതിയോ? കേരളത്തിൽ മുൻപ് ഇതുപോലെ സംഭവവികാസങ്ങൾ ഉണ്ടായപ്പോ ഈ കേരളം കണ്ടൊരു കാഴ്ചയില്ലേ? ഗവർണറുടേതായ അമിതാധികാരം അത് ചാൻസലർ എന്ന നിലയിലായിക്കോട്ടെ ഗവർണർ എന്ന നിലയിലായിക്കോട്ടെ ഏതൊക്കെ ഘട്ടത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം നിങ്ങൾക്കിതിന് അധികാരമില്ല എന്ന് നട്ടല്ലോടെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ലേ? മന്ത്രിമാരെ കേരളം കണ്ടിട്ടില്ലേ? ആ പ്രതികരണം ആ മുഖ്യമന്ത്രിയോ മന്ത്രിയോ വ്യക്തിപരമായി നടത്തിയതല്ലോ. കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഉത്തരവാദിത്തം തങ്ങളിലുണ്ട് എന്ന കർത്തവ്യബോധത്തിൽ നിന്നല്ലേ ആ പ്രതികരണം കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ കേരളത്തിലെ നടത്തിയത്? ആ പ്രതികരണം നടത്തിയത് കൊണ്ടല്ലേ പല ഘട്ടങ്ങളിലും ഗവർണർക്ക് പിന്തിരിയേണ്ടി വന്നത്? നിയമ പോരാട്ടത്തിലേക്ക് കേരളം പോയത് ആ പ്രതികരണത്തിന് ചൂടുപിടിച്ചല്ലേ? ഈ പ്രതികരണം എന്തുകൊണ്ടില്ലാതെ പോകുന്നു? കേരളത്തിനകത്ത് ഭരണഘടനാ വിരുദ്ധമായി ഇടപെടൽ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദമാകുന്നു? ആ പ്രതികരണം എങ്ങനെ കേരളത്തിലെ മന്ത്രിമാർ ഏറ്റെടുക്കുന്നു? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ പ്രതികരണം ഗവർണർ സൃഷ്ടിക്കുന്ന നറേഷൻ എങ്ങനെ കേരളത്തിലെ മന്ത്രിമാരുടെ നറേഷൻ ആവുന്നു? ഇതാണ് കേരളം ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം. ഓക്കെ, ശ്രീ എ കെ അനുരാജ്, ഭരണഘടനാ പദവി എന്ന് പറയുന്നത് അതിന്റെ അങ്ങേ അറ്റത്തെ ബഹുമാനത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ ഒരു ട്രഷറിൽ നിന്ന് അതിലേറ്റവും വിലപ്പെട്ട ഒന്നെടുത്തുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ പോകില്ലല്ലോ. അതുപോലെയാണ് ഗവർണർക്ക് അധികാരങ്ങളുണ്ട്. പക്ഷേ ഗവർണറുടെ അധികാരങ്ങൾ ഉപയോഗിക്കേണ്ടത് എവിടെയാണ് എന്നത് നേരത്തെ ശിവപ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ അത് പരിമിതമാണ്. അതിനപ്പുറത്തേക്ക് ഗവൺമെന്റിന്റെ ദൈനംദിന കാര്യങ്ങളിൽ, ഭരണപരമായ ദൈനംദിന കാര്യങ്ങളിൽ ഗവർണർ എന്ന നിലയിലും സർവകലാശാലകളുടെ ഭരണത്തിന്മേൽ വിസികളിലൂടെ ചാൻസലർ എന്ന നിലയിലും നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുക, ഈ ഫെഡറൽ സംവിധാനത്തെയും അതിന്റെ അധികാരത്തെയും വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ബോധത്തെയും നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് എന്തിനാണ് ഗവർണർ ചെയ്യുന്നത്? അല്ല, ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഗവർണർമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഇപ്പോഴത്തെ ഗവർണർക്ക് മുൻപേ ഉള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഗവർണർ സ്ഥാനത്ത് എത്തിയപ്പോൾ തൊട്ട് നമ്മുടെ കേരളത്തിലെ ഗവർണർമാരുടെ പ്രവർത്തനത്തിൽ ശരിയായ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. അതെന്താണ്? നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർമാർ അവരുടെ കയ്യിൽ കിട്ടുന്ന കടലാസുകൾ, സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന നോമിനേഷനുകൾ, അതൊക്കെ ഒപ്പിട്ട് വിടുക എന്നുള്ളതായിരുന്നു അവരുടെ രീതി. പക്ഷേ ഈ രണ്ട് ഗവർണർമാരും അങ്ങനെയല്ല. ഇതിന് തുടക്കമിട്ടത് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഒപ്പിടുന്നു, അതായത് ഗവർണർ ഒപ്പിടുന്നു. നമ്മളിപ്പോൾ നമുക്ക് പറയാം പാർലമെന്റ് പാസ്സാക്കിയ ബില്ലുകൾക്കെല്ലാം പ്രസിഡന്റ് അസന്റ് കൊടുക്കണമെന്ന് പറഞ്ഞതുപോലെ സംസ്ഥാന നിയമസഭയിലെ ബില്ലുകൾക്ക് സംസ്ഥാന ഗവർണർ അസന്റ് കൊടുക്കുമ്പോഴാണ് നിയമമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഗവർണറാണ് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ മുൻപുണ്ടായിരുന്ന ഗവർണർമാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സർക്കാർ നോമിനേഷനുകളും നോക്കാതെ ബ്ലൈൻഡായിട്ട് ഒപ്പിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അത് മാറ്റി ഏറ്റവും കൂടുതൽ മാറ്റിയത് സർവകലാശാലകളുടെ കാര്യത്തിലാണ്. അപ്പോൾ ഇവിടെ പൊതുഭരണവും സർവകലാശാലയും രണ്ടായിട്ട് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുഭരണത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് ഗവർണർ, എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ചാൻസലറാണ് ഹെഡ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ശരിക്ക്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നടത്തിപ്പ് ചാൻസലറുടെ കയ്യിൽ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് അറിയാൻ നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ട് രണ്ടാമത് റീ അപ്പോയിൻമെൻറ്റ് കൊടുത്ത സമയത്ത് അതിൽ സുപ്രീം കോടതി ഹൈക്കോടതി വിധിക്കെതിരെയൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അന്നത്തെ വൈസ് ചാൻസലർ പുറത്താകുകയും പുതിയ വൈസ് ചാൻസലർ വെക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഇങ്ങോട്ട് പല പ്രശ്നങ്ങൾ നമ്മുടെ സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒക്കെ വന്നു. അതിലൊക്കെ ആ വിധി തന്നെ അപ്ഹെൽഡ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഇപ്പോൾ വൈസ് ചാൻസലർമാരെ ചാൻസലർ നിയമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തലപ്പത്തുള്ള ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൻസലറാണ്. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സിറ്റികളുടെ കണ്ടക്ട് ശരിയായ രീതിയിൽ നടത്തുക എന്നുള്ളത് ചാൻസലറുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ചാൻസലർ അതിന് ചുമതലപ്പെടുത്തുന്ന ആൾക്കാരാണ് വൈസ് ചാൻസലർമാർ. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോരുത്തരെ ചുമതലപ്പെടുത്തുന്നു, ഓരോ വൈസ് ചാൻസലർമാർ. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആരാണ് ഇതിൻ്റെ അപ്പലറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നത് ആരാണ്? ചാൻസലറാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മുൻപ് ഇത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളുടെ കാര്യമാണ് പറഞ്ഞെങ്കിൽ അവരുടെ നടത്തിപ്പിൽ പ്രശ്നങ്ങളുണ്ട്. മറ്റു സ്ഥാപനങ്ങൾ ശുപാർശ ലിസ്റ്റില് കൂടുതൽ പ്രാമുഖ്യം നൽകണം എന്നത് കോടതി വിധിയുടെ ഭാഗമായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള നിയമനമുണ്ടായി. ശരി, പക്ഷേ വിസിമാരെല്ലാം വരി നിന്ന് RSS പരിപാടികളിലേക്ക് പോവുക, വന്ദേമാതര ആരാധനയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തുക, അതിനുശേഷം അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്ന ഇതേ വൈസ് ചാൻസലർമാരാണ് RSSന്റെ വേദിയിൽ പോയി നിന്ന് രാഷ്ട്രീയം പറയുന്നത്. അതെങ്ങനെ ശരിയാകും?
അല്ല, ഈ പ്രസംഗങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കുന്നതാണ് യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരാണ്. ഞാൻ അതുകൂടെ പറയാം. അതായത് മൊത്തത്തിൽ ചാൻസലറാണെന്ന് പറയുമ്പം അടുത്തത് ഓരോ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ CEO സ്ഥാനത്ത് നിന്ന് നമുക്ക് പറയാവുന്ന രീതിയിലിരിക്കുന്നത് വൈസ് ചാൻസലർമാരാണ്. അവരാരാണ്? അവരൊക്കെ സീനിയർ പ്രൊഫസർമാരാണ്. 10 വർഷത്തെ പ്രൊഫസർഷിപ്പ് ഉള്ളവരെയാണ് വൈസ് ചാൻസലർമാരായിട്ട് പൊതുവെ നിയമിക്കാൻ പറ്റുക. അപ്പോൾ ഇവർ ഇത്രയും കാലം അക്കാദമിക രംഗത്ത് പഠിച്ചവർ, പഠിപ്പിക്കുന്നവർ, ഗവേഷണം നടത്തിയവർ, ഗവേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ, നമ്മുടെ കേരളത്തിലെ അക്കാദമിക സമൂഹവുമായിട്ട് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ അക്കാദമിക രംഗത്ത് നിൽക്കുന്ന മുതിർന്ന ആൾക്കാർ, അവർക്കറിയില്ല എന്ത് പറയണം, എവിടെ പോകാം, എങ്ങനെ പോയിക്കൂടാ എന്നുള്ളത്. ഇത് നേരത്തെ തന്നെ പറയുന്ന കാര്യമാണ്. RSSന്റെ പരിപാടികളിൽ പോകുന്നു. എന്നിട്ട് എന്ത് നടപടിയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എടുത്തത്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വൈസ് ചാൻസലർമാർ പോയിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് അത്തരം പരിപാടികൾക്ക് പോകണമോ പോകണ്ടയോ എന്നും അവിടെ എന്തു പറയണമെന്നും, അതായത് നമ്മളിപ്പം വളരെ ഡെറോഗേറ്ററി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റിമാർക്സ് നടത്തുകയാണ്. അല്ലാത്തിടത്തോളം കാലം അവരുടെ വീക്ഷണങ്ങൾ അവർക്ക് പറയാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിലും പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും ബാധകമാണ്. ഇപ്പോൾ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് അല്ലെങ്കിൽ ചാൻസലർക്ക് തന്നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെയുള്ളവർക്കെല്ലാം പൊതുവെ മനുഷ്യർക്ക് എല്ലാം നമ്മുടെ എല്ലാ പൗരന്മാർക്കും ഒക്കെ അതിൻ്റെതായ നിയന്ത്രണങ്ങൾ നമ്മൾ സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ പട്ടികയിൽപ്പെടുത്താമോ? അത് ഒരു അക്കാദമിക മികവുള്ള ഒരു മനുഷ്യൻ, ഒരു വൈസ് ചാൻസലർക്ക് ഒക്കെ പറയാൻ പറ്റുന്നതാണോ? ഞാൻ പെടുത്തുന്നില്ല. അത് മാധുവിന് പെടുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാധുവിൻ്റെ രീതിയിൽ കാണാം. ഞാൻ അതിനെ കാണുന്നില്ല, അങ്ങനെ കാണുന്നില്ല. ഞാൻ വന്ദേ മാതരം, അമ്മയെ വന്ദിക്കൂ എന്നാണ് ആ ഗീതം തുടങ്ങുന്നത്. അത് പാടാൻ മടിയുള്ളവർക്ക് അമ്മയോട് എന്താണ് നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ഒരു ചിന്ത അത് വെച്ച് പുലർത്തുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ല. അമ്മ ആരാണെന്ന് അറിയാത്തവർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങത് അക്കാഡമിക മികവും വിദ്യാഭ്യാസവും ഉന്നതിയുമുള്ളവർക്ക് പറയാൻ പറ്റുന്നതാണ്. ഞാനതിനെ വ്യാഖ്യാനിക്കും. അല്ല, ഞാനതിനെ വ്യാഖ്യാനിക്കുന്നതും കാണുന്നതും മാതൃത്വത്തിന്റെ മൂല്യം തിരിച്ചറിയാത്തവർ എന്ന് 2 വിഭാഗം സമൂഹത്തിലുണ്ട് എന്ന രീതിയിലുള്ള വിശാലമായ അർത്ഥത്തിലാണ് ഡോക്ടർ പ്രൊഫസർ മോഹനൻ കുന്നുമ്മൽ എന്ന ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, അതേസമയം കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും പ്രാമുഖ്യമേറിയതുമായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് അഡീഷണൽ ചാർജ് കൊടുക്കാൻ നമ്മുടെ ഗവർണർമാർ തിരഞ്ഞെടുത്തിട്ടുള്ള മുതിർന്ന അധ്യാപകനും ഡോക്ടറും ഒക്കെയാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. അദ്ദേഹം പല വേദികൾ പല വിഷയങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എല്ലാ വിഷയങ്ങളും വളരെ ആഴത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ വെച്ചുമാണ് പ്രസംഗിക്കാറ്. അതിലൊരു കുഴപ്പവും കാണുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതിനെ 100% ശരിവെക്കുകയാണ്. എനിക്ക് അതേ കാഴ്ചപ്പാട് തന്നെയാണ്. ഒന്നാമത് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടായിരുന്നില്ല ഇവിടുത്തെ വിവാദം എന്നത് തികഞ്ഞ അക്കാഡമിഷ്യനായ ഒരു നിമിഷം അദ്ദേഹത്തിന് അറിയാതെ പോയതായിരിക്കാം. തികഞ്ഞ നിഷ്കളങ്കത കൊണ്ട് വന്ദേ മാതരവുമായിട്ടായിരുന്നില്ല ഇവിടുത്തെ പ്രശ്നം. വന്ദേ മാതരം 6 സ്റ്റാൻസയും ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. വന്ദേ മാതരത്തെ ഇവിടെ ആരും ഈ പറയുന്ന ഈ ആനുകാലിക രാഷ്ട്രീയത്തിൽ വിമർശിക്കുന്നുണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയത്തെ മാത്രം 6 സ്റ്റാൻസുകളും പാടണമെന്നതുമായി ബന്ധപ്പെട്ട വിമർശനമാണ് രാഷ്ട്രീയമായി ഉയർന്നു വന്നത്. ഒന്ന്. രണ്ടാമത്തേത്, മലയാളത്തിലെ ചില മുട്ടൻ പ്രയോഗങ്ങൾ ഇങ്ങനെ ഭാഷാപരമായി പിരിച്ചു നോക്കുകയും സംഗ്രഹിച്ചു നോക്കുകയും ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ ഈ പറയുന്ന മറ്റെന്തെങ്കിലുമൊക്കെ ആയി പോകും. ഭാഷാപരമായി നമുക്ക് വിശദീകരിച്ച് പറയാൻ കഴിയുന്നതുമായിരിക്കാം. പക്ഷേ മുട്ടൻ പ്രയോഗങ്ങളെ മുട്ടൻ പ്രയോഗങ്ങളായി തന്നെയാണ് കാണാറുള്ളത്. നമുക്ക് വേണമെങ്കിൽ മാന്യമായ ഭാഷയിൽ അതിനെ സംഗ്രഹിച്ച് പറയാം എന്നതേ ഉള്ളൂ. അതുകൊണ്ട് തികഞ്ഞ അക്കാഡമിഷ്യനായ തികഞ്ഞ വിദ്യാഭ്യാസ പുരോഗതിയുള്ള ഒരാൾക്ക് വേണമെങ്കിൽ അമ്മയെ പറയാം സ്റ്റേജിൽ നിന്ന്, പിന്നീട് വിശദീകരിച്ചാൽ മതി എന്ന ആനുകൂല്യമുണ്ടാകും. ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ മുഹമ്മദ് ഷമാസ്, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം ശ്രീ റോജി എം ജോണിനോട് VC RSS പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയിരുന്നു മാധ്യമങ്ങൾ. അദ്ദേഹം 2 ദിവസവും അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയില്ല. ഗവർണറുമായി കേന്ദ്ര സർക്കാരുമായി ഒക്കെ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ ശരി, യുദ്ധം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനപ്പുറത്തേക്ക് VCമാർ നിരന്തരം ഈ RSS പരിപാടിയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്, എന്താണ് KSUവിന്റെ നിലപാട്? ഇക്കാര്യത്തിൽ മന്ത്രി ശ്രീ റോജി എം ജോൺ ഇന്ന് വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ VC ഉൾപ്പെടെ ഈ RSS പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ബന്ധപ്പെട്ട് തന്നെ വളരെ വ്യക്തമായി അദ്ദേഹം അക്കാര്യത്തിലുള്ള അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പിന്നെ പൊതുവിൽ ഈ പറഞ്ഞ പോലെ ഞാനത് മാധുവിന്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശിവപ്രസാദ് പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് സൂചിപ്പിച്ചു പോകാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ സമരം ചെയ്യണം, KSU പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എങ്ങനെയാണ്, ഭരണപക്ഷത്തിരിക്കുമ്പോൾ എങ്ങനെയാണെന്നൊക്കെയുള്ള ക്ലാസ് എടുത്തു. എന്തായാലും ശിവപ്രസാദിന്റെ SFI സമരം ചെയ്ത പോലെ എപ്പിസോഡ് സമരം ആയിരിക്കില്ല. ഒരു സ്വിച്ചിട്ടാ നിൽക്കുന്ന എപ്പോൾ തുടങ്ങും എപ്പോൾ അവസാനിക്കുന്ന രീതിയിൽ പ്രത്യേക ചില കേന്ദ്രങ്ങളിൽ തീരുമാനിക്കുന്ന പോലെയാണ് SFI ഈ ഗവർണർ ഉൾപ്പെടെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോയതെന്നും, ഒരു വശത്ത് SFI നേതാവായിരുന്ന ശിവപ്രസാദ് VCയെ വെല്ലുവിളിക്കും, അതേ VCയെ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു വിളിച്ചിരുത്തി, ഇതേ മോഹനൻ കുന്നുമ്മലിനെ വിളിച്ചിരുത്തി ചായ കൊടുത്ത് സൽക്കരിച്ച് എല്ലാം മറ്റേ സിനിമയിൽ
ജനാർദ്ദനന്റെ വിഷയത്തിൽ ആശാന്റെ കാലം ഒന്നിടിച്ചപ്പോൾ കോംപ്ലിമെന്റ് ആക്കി എന്ന് പറഞ്ഞതുപോലെ ആ രീതിയിലേക്ക് ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് ഇവർ ഈ പറഞ്ഞ സമരമൊക്കെയാണ് ഇവർ കഴിഞ്ഞ കുറെ കാലമായിട്ട് പയറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായാലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലോ. പിന്നെ ശിവപ്രസാദ് ഇതൊക്കെ പറഞ്ഞപ്പോഴും എന്തിനാണ് ഇപ്പൊ ചർച്ച ചെയ്ത വിഷയത്തിൽ ഈ പറഞ്ഞ DGP ഗവർണർ വിളിച്ചു വരുത്തിയത് അതിന്റെ വ്യക്തത എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശവസംസ്കാരം നടത്തുന്നതാണോ ഇവരുടെ സംസ്കാരം? ഇവരിത് കുറെ മുമ്പ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് വിക്ടോറിയ കോളേജിലും ഈ പറഞ്ഞ പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ചതും അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉള്ളതുകൊണ്ട് SFI അത് ഇതല്ല ഇതിനപ്പുറം ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമൊന്നുമില്ല. ഇതൊക്കെയാണോ ഇവരുടെ സംസ്കാരം എന്ന് ആങ്കർ ഒന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. ശരി, ഞാൻ ചോദിക്കാം. പക്ഷേ ഒരു റോജി എം ജോൺ 2 ദിവസം സംസാരിച്ചില്ല. അതിനുശേഷം അദ്ദേഹം ഇന്ന് അത് ആ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ചേർന്നതല്ല എന്ന് പ്രതികരിച്ചു. 3-ാമത്തെ ദിവസം അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പം SFI കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ RSS വേദിയിലെ VC സന്ദർശനവുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അവർ സമരങ്ങളടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഈ വിഷയങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ അടക്കം പേജുകളൊക്കെ നോക്കി. ആ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണമോ വിമർശനമോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ല, എന്താ സംശയം ഈ കാര്യത്തിൽ? മോഹനം കുന്നുമ്മൽ ചെയ്തതാണ് ശരി. ഈ പറഞ്ഞ മോഹനം കുന്നുമ്മലാണ് ഇതിന്റെ ഈ പറഞ്ഞ അദ്ദേഹം ഒരു VC ആയി കേരളത്തിൽ ഈ പറഞ്ഞ സംഘപരിവാർ അജണ്ടയൊക്കെ നടപ്പിലാക്കി പോയിക്കോട്ടെ എന്നാണ് KSUവിന്റെ നിലപാടെന്നാണോ മാധു കരുതുന്നത്? ഇതേ മോഹനം കുന്നുമ്മലിന്റെ പുറത്തിറങ്ങണമെന്ന് ഞാൻ അങ്ങനെ കരുതുന്നില്ല. പറഞ്ഞിട്ടുണ്ടെന്നേ. എന്താ സംശയം മാധു? താങ്കളുടെ റിപ്പോർട്ടർ ചാനലിലെ തന്നെ ഒന്ന് ബ്രേക്കിംഗ് ടെസ്റ്റ് ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഞങ്ങളുടെ ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റോ ജില്ലാ സെക്രട്ടറിയുടെ കഥയൊന്നും നിങ്ങൾ പോകണ്ട. ഇതേ ഈ കേരള സർവകലാശാലയിൽ ഇരിക്കുന്ന തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ ഉൾപ്പെടെ അദ്ദേഹം പുറത്തിറങ്ങി നടക്കും. ഇതാണ് മോഹനം കുന്നുമ്മലിന്റെ സമീപനമുണ്ടെങ്കിൽ, ഈ രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നതെങ്കിൽ മോഹനം കുന്നുമ്മൽ പുറത്തിറങ്ങി നടക്കില്ല എന്ന് കൃത്യമായി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും പ്രസ്താവനയും ഒക്കെ വന്നിട്ടുണ്ട്. അത് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ വാർത്ത ഉൾപ്പെടെ ആക്കിയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷനുമാണ് ഒരുമിച്ച് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയുടെ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പ്രതികരണം ഉണ്ടായിട്ടുണ്ടാകും. അങ്ങ് പറയൂ. ഞങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് ഒരു നിലപാടിൽ ഒരു വ്യക്തത കുറവ്? ഞങ്ങൾ ഈ പറഞ്ഞ മോഹനം കുന്നുമ്മൽ പറഞ്ഞത് പിന്നെ ശരിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് മോഹനം കുന്നുമ്മലിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നതാണോ? അല്ല, SFIക്ക് മാത്രമല്ല ഈ പറഞ്ഞ ഗവർണറെ എതിർക്കാൻ അല്ലെങ്കിൽ VCയോടുള്ള അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താനുള്ള അവകാശം SFIക്ക് മാത്രമായിട്ട് ഏതെങ്കിലും രീതിയിൽ പിന്നെ എടുത്തു വെച്ചിട്ടുണ്ടോ? ഇക്കാര്യത്തിലൊക്കെ ഞങ്ങൾ കൃത്യമായി നേരത്തെ സമരം ചെയ്തിട്ടുള്ളതും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. മോഹനം കുന്നുമ്മൽ RSSന്റെ അജണ്ട നടപ്പിലാക്കാനല്ല കേരള സർവകലാശാല ഉപയോഗിക്കേണ്ടത്. ആധികാരികമായി തന്നെ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനാണോ പറയുന്നത്? KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ പറയട്ടെ. മോഹനം കുന്നുമ്മൽ എന്ന് പറയുന്നത് RSSന് വേണ്ടി വിടുപടി ചെയ്യാനല്ല സർവകലാശാല VC ആയി തുടരേണ്ടത്. അക്കാര്യത്തിൽ ഞങ്ങളുടെ കൃത്യമായ പ്രതിഷേധമുണ്ട്. അത് പരസ്യമായ രീതിയിലും അത് ഏതൊക്കെ രീതിയിൽ ആ പ്രതിഷേധവും അദ്ദേഹത്തോടുള്ള സമീപനവും സ്വീകരിക്കണം, അത് രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പിന്നെ ഈ പറഞ്ഞ മോഹനം കുന്നുമ്മൽ ഇന്നൊന്നിലും തുടങ്ങിയതല്ല. ഞാൻ അതിന്റെ കഥയാണല്ലോ നേരത്തെ പറഞ്ഞത്. ഈ പറഞ്ഞ LDF ഗവൺമെന്റ് ഇവിടെ ഭരിച്ചപ്പോഴും പിണറായി വിജയൻ ഇത് ഉണ്ടായപ്പോഴും ഈ VCമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരിന് ഇത്ര, ഗവർണർക്ക് ഇത്ര എന്നുള്ള സെറ്റിൽമെന്റ് ഒക്കെ നടത്തിയ കാലം മാധു ഉൾപ്പെടെ മറന്നുപോയോ? ഈ രീതിയിലേക്ക് ഈ പറഞ്ഞ എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കി കൊടുത്തിട്ട് ഇവർ ഈ പറഞ്ഞ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം, പിന്നീട് ഒരു സെറ്റിൽമെന്റ്, പിന്നെ പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഈ ഇപ്പൊ വലിയ വർത്താനം പറഞ്ഞ ശിവപ്രസാദിനെ SFI നമ്മൾ കാണുന്നില്ല. VCക്കെതിരെയുള്ള സമരം എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി സ്വിച്ചിട്ട പോലെ സമരം നിന്നു. പിന്നീട് ചോദിക്കുമ്പോൾ അത് സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്ന പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം ഇവർ തമ്മിൽ തല്ലും ഉണ്ടായിട്ടില്ലേ? ഈ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അക്കാദമിക് വിഷയങ്ങളെ കുറിച്ച് ഇവർക്ക് ആശങ്ക ഉണ്ടായിട്ടില്ലേ? അതിന്റെ നിലവാരം ഇന്ന് എവിടെ പോയി എത്തി നിൽക്കുന്നതിനെ കുറിച്ച് ഇവർക്ക് ആശങ്കയില്ലേ? ഇന്നിപ്പോ സിസാ തോമസിന്റെ വിഷയം പറഞ്ഞ് ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ അവിടുത്തെ അടിസ്ഥാനപരമായി അവിടുത്തെ കുട്ടികളുടെ സ്ട്രെങ്ത് എത്രയാണ്? 900 കുട്ടികളാണ്. ആ 900 കുട്ടികൾക്ക് വേണ്ടി ഈ പറഞ്ഞ ആ കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഈ പറഞ്ഞ 300-350 അധ്യാപകര്, അനധ്യാപകര് ഈ പറഞ്ഞ ഒരു തരത്തിലും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് കേവലം ചില രാഷ്ട്രീയ തർക്കങ്ങളുടെയും ചില ഡീലുകളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒരു വേദിയാക്കി മാത്രം സർവകലാശാലകളെ മാറ്റുന്നതിൽ SFIക്കും പിണറായി വിജയനും CPM-നും ബിന്ദുവിനും ഒക്കെ കൃത്യമായ പങ്കുണ്ട്. ഞങ്ങൾ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഇതാ ഒറ്റയടിക്ക് ഭരണത്തിൽ വന്ന 60ാമത്തെ ദിവസത്തിൽ എല്ലാം അങ്ങ് ശരിയാക്കി കളയാന്നുള്ള ധാരണ ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാം. ഞങ്ങൾ ഇതൊന്നും എല്ലാം തികഞ്ഞ ആളുകളെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷെ കൃത്യമായി ആ വിഷയങ്ങൾ മനസ്സിലാക്കി അതിനാവശ്യമായ പരിഹാരം
പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ആ തീരുമാനങ്ങൾ എടുത്ത് തന്നെ വിദ്യാർത്ഥി താല്പര്യം മുൻനിർത്തി കൃത്യമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. ഓക്കെ, ശ്രീ ശിവപ്രസാദ്, ഇപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് വീതം വെപ്പിന്റെ ഭാഗമായിട്ടാണ് സിസ തോമസ് അടക്കമുള്ളവർ ആ ചുമതലകളിൽ എത്തിയത് എന്നതാണ്. മോഹനൻ കുന്നുമൽ അടക്കമുള്ളവരെ കുറിച്ചൊക്കെയുള്ള വിമർശനം അത് തന്നെയാണ്. അപ്പോൾ ശരിയാണ്, ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീട് രാജേന്ദ്ര അർലേക്കർ ഈ ഗവർണർ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പൊതുഭരണത്തിലും അതിനോടൊപ്പം തന്നെ ഈ സർവകലാശാലാ ഭരണവുമായി ബന്ധപ്പെട്ട VC-മാരിലൂടെ അമിതാധികാര പ്രയോഗം നടത്തുമ്പോഴുമൊക്കെ ഇടത് സർക്കാരാണ്. ആദ്യം ആ പ്രതിസന്ധി നേരിടേണ്ടി വന്ന സർക്കാരിന് കൃത്യമായ വരവരച്ച് അതിനപ്പുറത്ത് നിർത്താൻ കഴിയാതെ പോയത് കൊണ്ടാണോ ഇപ്പോഴിതുണ്ടാകുന്നത്? അതിനു മുമ്പായി തന്നെ ചോദ്യത്തിലേക്ക് വളരെ സ്പെസിഫിക് ആയി തന്നെ ഉത്തരവുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഈ ചർച്ചയിലെ രണ്ട് സഹപാനസ്റ്റുകൾ വ്യത്യസ്തമായ രണ്ട് വാദങ്ങൾ ഈ ചർച്ചയ്ക്കകത്ത് ഉന്നയിച്ചു. അതിലെനിക്ക് തോന്നുന്നു ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി മാറേണ്ടത് സംസ്കൃത സർവകലാശാല സമരമാണ്. ആ സംസ്കൃത സർവകലാശാല സമരവുമായി ബന്ധപ്പെട്ടും വളരെ മനോഹരമായ ഒരു കമന്റ് KSUവിന്റെ പ്രതിനിധി നടത്തി. KSUവിന്റെ പ്രതിനിധി നിർബന്ധമായും അങ്ങനെ ഒരു കമന്റ് ഈ ചർച്ചയ്ക്കകത്ത് നടത്തേണ്ട ആളാണ്. ഞാൻ വളരെ വളരെ സ്നേഹത്തോടെ KSUവിന്റെ പ്രതിനിധിയോട് ചോദിക്കട്ടെ, ആ സംസ്കൃത സർവകലാശാലയിൽ 29 ദിവസമായി അവിടുത്തെ വിദ്യാർത്ഥികൾ സമരത്തിലാണ്. ആ സമരത്തിൽ അവർ ഉയർത്തുന്ന മുദ്രാവാക്യത്തിലേക്ക് ഒന്ന് കാതോർക്കാൻ കേരളത്തിലെ KSU ഇതുവരെ തയ്യാറായോ? എന്താ അവർ ഉയർത്തുന്ന സമരം? അവിടെ അധ്യാപകരില്ല സാർ പഠിപ്പിക്കാൻ. ഞാൻ നേരിട്ട് ആ സർവകലാശാല സമരത്തിനിടയ്ക്ക് പോയ ആളാണ്. ആ സമരത്തിനിടയ്ക്ക് അവിടെ പോയ ആളെന്ന നിലയിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ എന്നോട് ഒന്ന് കണ്ട് സംസാരിച്ച ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്. 29 ദിവസം ഒരു സമരം തുടരുക, അധ്യാപകർക്ക് വേണ്ടി ക്ലാസ് മുറികളുടെ അസൗകര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അവിടെ മറ്റ് വേണ്ട ഉപകരണങ്ങൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടി, നല്ല കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ വളരെ ജനകീയമായ വിദ്യാർത്ഥി വിഷയങ്ങൾ ഉയർത്തി 29 ദിവസക്കാലം നീണ്ടൊരു സമരത്തെ എങ്ങനെ അവിടുത്തെ വൈസ് ചാൻസലർ നേരിട്ടത്? എന്താ അതിനകത്ത് KSUവിന് ഒരു എതിർപ്പില്ലേ? കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സമരം ചെയ്യുന്നവരല്ലേ? എന്തിനാ സമരം ചെയ്യുന്നത്? സമരം ഒരു സംവാദനമല്ലേ? ആ സംവാദനത്തിന്റെ ഭാഗമായി ആരാണോ അധികാരികൾ, ആ അധികാരികൾ സമരം ചെയ്യുന്നത് ചർച്ച ചെയ്യണ്ടേ? നിങ്ങൾക്ക് പരാതിയില്ലല്ലോ ഇത്രയും നാളായിട്ട്? എന്താ നിങ്ങളുടെ പ്രശ്നം? കഴിഞ്ഞ മാസം 28-ാം തീയതി സർവകലാശാലയിൽ വന്ന കഴിഞ്ഞ മാസം 17-ാം തീയതി, ജൂലൈ മാസം 17-ാം തീയതി സർവകലാശാല എത്തിയ സിസ തോമസ് പിന്നെ സർവകലാശാല വരുന്ന ഓഗസ്റ്റ് മാസം 13-ാം തീയതിയാണ്. KSUവിന് പരാതിയില്ലല്ലോ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതിയില്ലല്ലോ. ആ 13-ാം തീയതി അവിടുത്തെ വൈസ് ചാൻസലർ വരുമ്പോ സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞ് വിദ്യാർത്ഥികളോട് ചർച്ച ചെയ്യണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന മഹാപരാധമാണ്. ഒരു കാര്യം വളരെ ഗൗരവം ഞാൻ പറയാം. ഇവിടെ നിലപാടിനെ പറ്റി പ്രിയപ്പെട്ട KSUവിന്റെ പ്രസിഡന്റ് പറഞ്ഞു. വളരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിശബ്ദതയാണ് നിലപാടെങ്കിൽ കോൺഗ്രസ് അതിലെ മഹാപർവ്വതം തീർക്കുന്ന സംഘടനയായി മാറും കേട്ടോ. കാരണം രാജ്യത്തും കേരളത്തിലും നിങ്ങൾ സ്വീകരിക്കുന്ന RSS അജണ്ടയുള്ള നിശബ്ദതയാണ് ഈ രാജ്യത്തെ ഈ വിധത്തിലാക്കിയത് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഈ RSS അജണ്ടയ്ക്ക് വാക്തുപാട്ട് പാടുന്നവരായി കേരളത്തിൽ മാറില്ല. എന്താ RSS അജണ്ട? ഈ വിദ്യാർത്ഥി സമരത്തെ പൊളിക്കാൻ, ഈ വിദ്യാർത്ഥി സമരത്തിന് ദിശ തെറ്റിക്കാൻ, അത് ഉയർത്തുന്ന ജനകീയമായ വിഷയത്തിന്റെ കാതൽ നഷ്ടപ്പെടുത്താൻ ബോധപൂർവം RSS ഉണ്ടാക്കിയ കുക്ഡപ്പ് സ്റ്റോറിയല്ലേ ഈ ചാനൽ ചർച്ചയ്ക്കകത്ത് KSUവിന്റെ പ്രതി ആവർത്തി ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ ചർച്ചയ്ക്കകത്തിരുന്ന് സിസ തോമസ് ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിൽ സിസ തോമസ് മറുപടി പറയണം. RSSകാർ അവരെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ RSSകാർ മറുപടി പറയണം. ഇന്ന് സിസ തോമസിനെ പിന്തുണച്ച് പ്രസ്താവന നടത്തിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പറയണം. സിസ തോമസിന് അന്തിമോപചാരം അർപ്പിച്ച് അവിടെ ശവമഞ്ചം തയ്യാറാക്കി SFI യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ പരസ്യമായി മാപ്പ് പറയാൻ SFI സംസ്ഥാന പ്രസിഡന്റ് ഞാൻ തയ്യാറാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, സിസ തോമസിന് ശവമഞ്ചം SFI ഒരുക്കിയിട്ടില്ലെങ്കിൽ, ഈ SFIക്കെതിരായി നടക്കുന്ന കുപ്രചരണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയാൻ സിസ തോമസും ആ സിസ തോമസിന്റെ RSS അജണ്ട, ഏത് സമരങ്ങൾക്ക് മേൽ അപവാദ പ്രചരണം നടത്തി പൊളിക്കുക എന്ന RSS അജണ്ട പിന്തുടരുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? ഞാൻ ഈ ചർച്ചയ്ക്കകത്ത് പരസ്യം വെല്ലുവിളിക്കുകയാണ്. കുട്ടികൾ, വിദ്യാർത്ഥികൾ അവർക്ക് നിരന്തരമായി അതായത് അവിടെ ശവമഞ്ചം ഒരുക്കിയത് സിസ തോമസിനാണ് എന്നൊരു വ്യാജ പ്രചരണം SFIക്ക് നേരെ ഉണ്ടായിരിക്കുന്നു എന്നത് ശരിയാണ്. അത് അങ്ങനെ SFI ചെയ്തു എന്ന് ഷമ്മാസും KSUവും കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെ കരുതേണ്ടി വരുന്ന സാഹചര്യം എന്താണ് മാധു? ഈ പറഞ്ഞ വിക്ടോറിയ കോളേജിൽ ഇവർ കുഴിമാടം തീർത്തിട്ടില്ലെന്ന് ശിവപ്രസാദിന് പറയാൻ പറ്റുമോ? നമ്മളെല്ലാം ദൃശ്യങ്ങൾ സഹിതം കണ്ടാണല്ലോ ഈ പറഞ്ഞ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ചത് SFI അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ SFI ആണ്, അതിന്റെ ബാക്കിയാണെന്നേ ഈ പറഞ്ഞ അങ്ങനെ ഒരു ഈ പറഞ്ഞ സിസ തോമസോ മോഹന കുന്നുമലോ എന്നല്ലല്ലോ
ഒരു അധ്യാപിക, ഒരു വൈസ് ചാൻസലർ, ആ പദവിയിൽ ഇരിക്കുന്ന ഒരാളെ അങ്ങനെ ഒരു പ്രതീകാത്മക ശവമഞ്ചം കൂടുന്നു, അത് കാണുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു മിനിറ്റ് ശിവപ്രസാദ് പറയട്ടെ. അതിപ്പോ നോക്കൂ, ശരിയാണ്, ഈ കരിയോയിൽ പ്രയോഗം അടക്കമുള്ള പലതരം ആരോപണങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കേസ് നോക്കൂ, ഇതിൽ നാടക വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ സംഭവം ഉണ്ടാകുന്നത്. 2 ലൈറ്റുകൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവിടെ ശരിയാണ്, വിദ്യാർത്ഥികൾ അങ്ങനെ പെരുമാറുന്നുണ്ട്. പക്ഷെ അത് സിസാത്ത് തോമസിനുള്ള ശവമഞ്ചമാണ് എന്ന് അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു വ്യാജ പ്രചാരണത്തെ, അല്ലെങ്കിൽ പോട്ടെ വ്യാജം എന്ന് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു പ്രചാരണത്തെ KSU ആ നിലയ്ക്ക് അതിനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പ്രതീകാത്മകമായ സമരം നടത്തുന്നതിനകത്തൊന്നും, അല്ലെങ്കിൽ കൃത്യമായ സമരത്തിനകത്ത് 28 ദിവസവും 30 ദിവസവും എത്ര ദിവസമായാലും വിദ്യാർത്ഥികൾ ആവശ്യം ഉന്നയിച്ച് സമരം നടത്തുന്നതിനകത്തോ അതിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രതീകാത്മകമായ രീതിയിലുള്ള, ഇത്തരം എന്ന് പറയാൻ പറ്റില്ല, കാരണം പ്രതീകാത്മകമായി വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ അത് ഇവരുടെ പൂർവ്വ പശ്ചാത്തലവും ഈ പറഞ്ഞ രീതിയും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തത വരണമായിരുന്നു. ഇപ്പൊ എപ്പോഴാ ഇതിനകത്ത് ഇപ്പം ശിവപ്രസാദ് ഉൾപ്പെടെ മറുപടി പറയുന്നത്? ഈ പറഞ്ഞ സംഭവമൊക്കെ കഴിഞ്ഞ് പരാതി ഉൾപ്പെടെ ഉയർന്ന വിമർശനങ്ങൾ മുഴുവൻ കഴിഞ്ഞപ്പോൾ ഒരു ന്യായീകരണമായിട്ട് രംഗത്തിറങ്ങിയതാണ്. അങ്ങനെ കരുതാതിരിക്കാൻ കഴിയില്ലെന്നേ. ഇവർ ഈ പറഞ്ഞ ഉന്നയിച്ചതിൽ ഏതെങ്കിലും കാര്യം, ഇപ്പൊ ടീച്ചേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ശിവപ്രസാദ് വളരെ വളരെ അവിടെ അധ്യാപകരില്ല, അവരുടെ പരിമിതി എന്നൊക്കെ പറഞ്ഞു. ഇത്രയും വർഷം, ഈ 10 വർഷക്കാലം ശിവപ്രസാദിന്റെയും ഈ പറഞ്ഞ SFI നേതാക്കളുടെ സമരം എവിടെയായിരുന്നു? ഈ പറഞ്ഞ പ്രശ്നമൊക്കെ ഇന്നലെ ഈ പറഞ്ഞ UDF ഗവൺമെന്റും 1 മാസമായി വന്ന സിൻഡിക്കേറ്റും ഉണ്ടായപ്പോൾ ഉണ്ടായതാണോ? ഇതല്ലല്ലോ. ഈ പറഞ്ഞ VCയുടെ ഇല്ലാത്ത പ്രശ്നം, ഞങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പൊ ഈ പറയുന്ന പശ്ചാത്തല സൗകര്യവുമായി ബന്ധപ്പെട്ട് മുൻപ് അവിടെ പ്രതിഷേധവും സമരവും ഉണ്ടായിരുന്നോ? നിങ്ങളടക്കം പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ സമരവും പ്രതിഷേധവും ഉണ്ടായിരുന്നോ? എന്താ സംശയം? അവിടുത്തെ KSU ഉൾപ്പെടെയുള്ള KSU യൂണിറ്റ് കമ്മിറ്റി ഉൾപ്പെടെ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ പരിഹരിച്ച വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി സൂചിപ്പിച്ച് കത്ത് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള സമരം നടത്തുന്നതിലേക്ക് ഉൾപ്പെടെ ഇതിപ്പോ ചില കൃത്യമായ ലക്ഷ്യത്തോടു കൂടി സമരം നടത്തും, അതിനകത്ത് പല താല്പര്യങ്ങളും ഉണ്ടാവാം. ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ മുഖവിലേക്ക് എടുക്കണം എന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ചുണ്ട്. ശരി, ശ്രീപ്രസാദ് ഇടപെട്ട് വന്നതാണ്. ശ്രീ AK രാജിലേക്കാണ് പോകേണ്ടിയിരുന്നതും. അങ്ങനെയാണെങ്കിൽ പോലും അങ്ങയുടെ അവസരമായിരുന്നില്ല, ഡയറക്ടർ ഒരു വെല്ലുവിളി ഉണ്ടായതുകൊണ്ട് പറഞ്ഞതാണ്. ശ്രീ ശിവപ്രസാദ്, അത് അങ്ങയുടെ സംഘടനയുടെ മുൻകാല ചരിത്രങ്ങൾ കൊണ്ട് വിശ്വസിക്കാൻ നിർബന്ധിതരായി എന്നുള്ളതാണ് ശ്രീ ഷമ്മാസ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് ഇടവേള എടുക്കാം പെട്ടെന്ന്. ഏതായാലും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കഥയൊന്നും പറയാതിരുന്ന വളരെ കരുതാതിരിക്കാൻ കഴിയുമോ എന്നാണ് KSUവിന്റെ പ്രതി ചോദിച്ചത്. അങ്ങനെ കരുതാതിരിക്കാൻ കഴിയാതെ പോകുന്നത് സംസ്കൃത സർവകലാശാലയിലെ ഈ വിദ്യാർത്ഥി വിഷയത്തിൽ KSU ഒരു പങ്കും നിർവഹിക്കാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾക്ക് ഈ ചാനൽ ചർച്ചയ്ക്കൊക്കെ അങ്ങനെ പറയേണ്ടി വരുന്നത്. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിയോട്ടെ, നിങ്ങൾ പരസ്യത്തിലേക്ക് പോകുന്നതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അങ്ങനെ ഒരു പ്രചരണം അവിടെ വന്നു. എന്താ പ്രചരണം? ഡ്രാമ സ്കൂളിലെ വിദ്യാർത്ഥികൾ നിങ്ങൾ തന്നെ ഇപ്പൊ ഉദ്ധരിച്ചു, അവരുടെ വർക്ക് ചെയ്യാത്തൊരു ലൈറ്റ്, ആ ലൈറ്റ് വർക്ക് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഡ്രാമ സ്കൂളിലെ കുട്ടികളാണ്, തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്, അവരവതരിപ്പിച്ചൊരു നാടകമാണ്. സാധാരണഗതിയിൽ നമ്മളൊരു കോലം കത്തിച്ചാൽ ആ കോലം കത്തിക്കുന്ന ആളുടെ മുഖമോ ഫോട്ടോയോ പേരോ എങ്കിലും എഴുതി വെക്കില്ലേ? ആ ശവമഞ്ചം തയ്യാറാക്കി ആ ലൈറ്റ് അവിടെ വെച്ചതിനകത്ത് സിസാത്ത് തോമസിന്റെ ഒരു പടമോ പേരോ അവരെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്താ പ്രചരിപ്പിച്ചേ? RSS അജണ്ടയാണ് പ്രചരിപ്പിച്ചത്. എന്നിട്ടോ ഒറ്റ കാര്യം കൂടി പറയാൻ എനിക്ക് അവസരം തരണം. ഈ വിഷയം നടക്കുന്നത് 13-ാം തീയതി ഒരു FIR പോലീസ് എടുക്കുന്നുണ്ട് കേട്ടോ. 07-35/2026. ആ FIR-നകത്ത് പറയുന്ന മനോഹരമായ ഒരു വാചകം, SFI-ക്കാർ സമരം നടത്തിയതിന്റെ ഭാഗമായി സിസാത്ത് തോമസിനെ വഴിയിൽ തടഞ്ഞു, അന്യായമായി സംഘടിച്ച വിദ്യാർത്ഥികളെ പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. പക്ഷെ പിരിഞ്ഞു പോയില്ല, അവർക്കെതിരെ കേസെടുത്തു. എത്രാം തീയതി FIR? 13-ാം തീയതി FIR. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, നിങ്ങളുടെ പോലീസ് 13-ാം തീയതി സമരം സംബന്ധിച്ച് സത്യസന്ധമായി എടുത്ത FIR. സമരം ചെയ്താൽ പോലീസ് കേസ് വരും, ഞങ്ങൾക്ക് അതിനകത്തും തർക്കമില്ല. 16-ാം തീയതി ഒരു FIR എടുത്തു. പ്രിയപ്പെട്ട KSU പ്രതി ഒക്കുകയാണെങ്കിൽ ഗവർണർ അല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല സാറിനെ ഒന്ന് ഓർമ്മിപ്പിക്കണം. കാര്യം എന്താണെന്നറിയോ? 13-ാം തീയതി അങ്ങയുടെ മന്ത്രിയുടെ പോലീസ് എടുത്ത അതേ FIR എടുത്ത അതേ പോലീസുകാരൻ അതേ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു FIR എടുത്തിട്ടുണ്ട്, നമ്പർ 0744/26. അതിൽ പറയുന്നത് സിസാത്ത് തോമസിനെ SFI-ക്കാർ ഉപദ്രവിച്ചു, സിസാത്ത് തോമസിനെ SFI-ക്കാർ ആക്രമിച്ചു, ക്രൂരമായി SFI-ക്കാർ മാരകായുധങ്ങൾ വെച്ച് ആക്രമണം നടത്തി. എന്താ ഈ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക്, മീഡിയക്കാർക്ക് സിസാത്ത് തോമസിന്റെ മുഖത്തൊരു മണ്ണ് നുള്ളിയിടുന്ന SFI-ക്കാരന്റെ ചിത്രം അന്ന് കിട്ടാതിരുന്നത്? അപ്പൊ ഇതാണ് പ്രശ്നം. ഗവർണർ വിളിച്ച് പറയുമ്പോ പോലീസ് സ്വയമിട്ട FIR പോലും മാറ്റി FIR തന്നെ തിരുത്തി
പുതിയ ഇതാണ് SFI യുടെ ആരോപണം. FIക്കാരനെ അകത്തിടുമ്പോൾ പ്രിയപ്പെട്ട കേസ് പ്രതി, നിങ്ങൾ ഞങ്ങളോട് ശത്രുതാപരമായി പെരുമാറിക്കോ, ഞങ്ങളോട് ശത്രുത കാണിച്ചോ, ഞങ്ങളെ എതിർത്തോ, ഈ RSSന്റെ സമരം പൊളിക്കുന്ന അജണ്ടയ്ക്ക് നിങ്ങൾ എന്തിന് കേരളത്തിൽ കൂട്ടിയിരിക്കുന്നു? ശരി, അതിന് നിങ്ങൾ ഓക്കേ. കേരളത്തിലെ ശരി, ശരി, വിദ്യാർത്ഥികളോട്, സംസ്കൃത സർവകലാശാല വിദ്യാർത്ഥികളോട് മാപ്പ് പറയേണ്ടതായി വരും. ഞാൻ പറയാം. ഓക്കെ, ശരി, ഇടവേള. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ AK രാജ്. നേരത്തെ ഞാൻ ഈ രണ്ടു കാര്യങ്ങളും ചോദിച്ചപ്പോൾ അങ്ങ് ചാൻസലർ എന്ന പദവിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. പൊതുഭരണവുമായി ബന്ധപ്പെട്ട് DGP അടക്കം വിളിച്ചു വരുത്തുന്ന ഗവർണറുടെ നടപടികളെ കുറിച്ച് അങ്ങേക്ക് എന്താണ് അഭിപ്രായം? അതിന് അദ്ദേഹത്തിന് അധികാരം നൽകുന്നത്, അധികാരമുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമേ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യമില്ല. ഇത് ആരാണ് വിളിക്കുന്നത്? DGP. ആരാണ് DGP? ഏറ്റവും ഉയർന്ന, ഏറ്റവും എന്താ പറയുക, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിലയിരുത്തിയിട്ട് ഇദ്ദേഹത്തെ DGP ആയിട്ട് ലോ ആൻഡ് ഓർഡറിൻ്റെ വെക്കാം, അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ തലപ്പത്ത് വെക്കാം എന്ന് പറയുന്ന ഏറ്റവും മുതിർന്ന IPS ഓഫീസറാണ്. അല്ലെങ്കിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് സംസ്ഥാന സർക്കാർ കരുതുന്ന സീനിയർ IAS ഉദ്യോഗസ്ഥനാണ്. ഈ രണ്ടാൾക്കാരെയാണ് വിളിപ്പിച്ചത്, അല്ലെങ്കിൽ അവരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ നമ്മുടെ ഈ പറയുന്ന എന്താണ് സർക്കാർ സംവിധാനം എന്നൊക്കെ അവരുടെ ഈ IAS അല്ലെങ്കിൽ IPS സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് ഇതിൻ്റെ ഹയറാർക്കി ഫിക്സ് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അവരുടെ താഴെയാണ് ഗവർണർ. അങ്ങനെയാണെങ്കിൽ ഗവർണർ വിളിക്കുമ്പോൾ ഉടനെ അവർ പറയണം, പിന്നെ സാറൊന്നും വിളിക്കേണ്ട കാര്യമില്ല, പേര് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറയണം. അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഏത് സർക്കാരായാലും സംഭവിക്കുന്നില്ലല്ലോ. പിന്നെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ സർക്കാരുകൾ തമ്മിലുള്ള പ്രശ്നം, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ് ഗവർണർ എന്ന് കാണുകയും ഗവർണറിൽ രാഷ്ട്രീയം കാണുകയും, അത് കാണുന്നത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ കാണുകയും ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ അതിൽ ഇടപെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തിന്റെ പോലീസ് ഹെഡിനെ വിളിച്ചു വരുത്തി ഇന്ന വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന് നിർദ്ദേശിക്കാൻ കഴിയുന്ന എന്ത് അധികാരമാണ് ഗവർണറിൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്നതാണ് എന്റെ ചോദ്യം. ആര് പറഞ്ഞു? മാധുവിനോട് ഞാൻ ചോദിക്കട്ടെ, മാധുവിനോട് ആര് പറഞ്ഞു? ചാൻസലർ പറഞ്ഞു ഇന്ന വകുപ്പ് പറയണം. മാധുവിനോട് ചാൻസലർ പറഞ്ഞോ? ചാൻസലർ അല്ല, ഗവർണർ. അല്ല പറഞ്ഞോ, ഇതിന് മറുപടി പറഞ്ഞോ? ചാൻസലർ അല്ല, പറഞ്ഞോ? ഗവർണർ ആവട്ടെ, പറഞ്ഞോ? ആയിക്കോട്ടെ, ഗവർണറോ ചാൻസലറോ രണ്ടും കൂടിയോ അല്ലെങ്കിൽ ഗവർണർ മാത്രമോ ഞാൻ അംഗീകരിച്ചു. ഗവർണർ പറഞ്ഞോ നിങ്ങളോട് ആരോടെങ്കിലും ഈ രീതിയിൽ എന്നോട് ഞാൻ DGPയോട് പറഞ്ഞോ? സർ, DGP വിളിച്ചു വരുത്തി. ഇത് നമ്മുടെ സ്പെക്കുലേഷൻ അല്ലേ? ഞാൻ മീഡിയയുടെ സ്പെക്കുലേഷൻ ഞാൻ എന്തിനാണ് വിളിച്ചു വരുത്തുന്നത്? അതിനെന്താ, അത് ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം. അത് വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ആ വിഷയത്തിലേക്ക് വന്നില്ല. അതായത് നമ്മുടെ സംസ്കൃത സർവകലാശാലയിൽ എന്താണ് പ്രശ്നം? 2019 സർട്ടിഫിക്കറ്റ്സ് കൊടുത്തിട്ടില്ല. എപ്പോഴാണ് ഈ വിഷയം ഉയർന്നു വരുന്നത്? 2026. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സമരത്തിന് മുൻപേ ഇത് ഉയർത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ ഇടയിൽ. അപ്പോൾ അവരതെങ്ങനെ പരിഹരിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വിഷയത്തെക്കുറിച്ച്. പക്ഷെ അത് സമരത്തിലേക്ക് പോയതും തെറ്റില്ല. പക്ഷേ സമരത്തിന്റെ ആവശ്യം എന്താണ്? 1 മാസത്തിനകം തീരുമാനം ഉണ്ടാക്കണം. 2019 ആരാണ് അവിടുത്തെ വൈസ് ചാൻസലർ എന്നൊക്കെ ആലോചിക്കണം. എന്താ അവിടുത്തെ പ്രശ്നം? അവിടെയുള്ള മാർക്ക് ലിസ്റ്റിൽ അവിടുത്തെ ടാബുലേഷൻ രജിസ്റ്ററിൽ യഥാവിധി ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ചിട്ടില്ല എന്നതുകൊണ്ട് അവിടുത്തെ സർട്ടിഫിക്കറ്റ് വിതരണത്തിന് ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അത് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് അവർ നീങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. അത് യൂണിവേഴ്സിറ്റിയുടെ പരിധിക്കകത്തുകൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ളത് ആലോചിക്കണം. എന്നിട്ട് സംഭവിച്ചെന്താണ്? കഴിഞ്ഞ ദിവസം പറയുന്ന നമ്മുടെ ഈ സമരത്തിന്റെ അന്ന് എന്താ സംഭവിച്ചത്? അന്ന് സിൻഡിക്കേറ്റ് മീറ്റിംഗ് നടക്കുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സിൻഡിക്കേറ്റ് അന്ന് അബ്രപ്റ്റായിട്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. ആ സിൻഡിക്കേറ്റിൽ ഈ വിഷയം ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ അജണ്ടയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സിൻഡിക്കേറ്റ് യോഗം പോലും നടത്താൻ സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ഇപ്പം ഇവിടെ ഇത് പറഞ്ഞു നമ്മുടെ വൈസ് ചാൻസലറുടെ ഇത് എന്താണ്, ശവസംസ്കാരം നടത്തിയോ അല്ലെങ്കിൽ എന്താണ് ശവപേടകം അത് വെച്ചോ എന്നുള്ളതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഒരു വനിതാ വൈസ് ചാൻസലർ അവർ ആരാണ്? അവർ ശരിക്ക് സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ അല്ല, അവിടുത്തെ ചാർജുള്ള KTUയുടെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. ഇതേ വൈസ് ചാൻസലർക്കാണ് നേരത്തെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെയും താൽക്കാലിക പദവി കൊടുത്തതെന്ന് ആലോചിക്കണം. എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ആഭിമുഖ്യം എന്തെങ്കിലും ചാൻസലറുടെ ഓഫീസോ അല്ലെങ്കിൽ അത്ര ആൾക്കാരുമായിട്ടോ ഈ മാഡം സിസ തോമസിനുണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. അവർ വൈസ് ചാൻസലർ ആയിരുന്നിടത്തെല്ലാം എങ്ങനെയാണ് അവർ പ്രവർത്തിച്ചത്? നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ചാണ്. അപ്പോൾ ആക്ടും സ്റ്റാറ്റ്യൂട്ടിനും എതിരെ നിന്നുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളെ അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ സർവകലാശാലയെ നല്ല രീതിയിൽ മുന്നോട്ട് നടത്തുക എന്നുള്ളത് നിഷ്പക്ഷമായിട്ട് ഈ മാഡം സിസ തോമസിന്റെ പ്രവർത്തനത്തെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് അവർ പറയുന്നു, എൻ്റെ മുടിക്ക് പിടിച്ചു വലിച്ചു, എൻ്റെ ശരീരത്തിൽ മാന്തി, എന്നെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ അവർ പറയുന്നു. അവർ തന്നെ പറയുന്നു എന്ന് മാത്രമല്ല, ഞാൻ കേരളത്തിലെ വൈസ് ചാൻസലർമാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നു,
ഒരു അല്ല, വൈസ് അത് ചാൻസലറുടെ നോക്കുമ്പം ശവമഞ്ചം തയ്യാറാക്കി എസ് എഫ് ഐ സമരം പറയുന്നത് നടത്തി എന്ന് പറഞ്ഞു. ഒന്നാമത് ഈ അപ്പൊ പറയുന്ന അത് കഴിഞ്ഞ് ശവമഞ്ചം എന്ന കാര്യം അത് അങ്ങനെയല്ല, അത് ആ ലൈറ്റുകൾ തന്നെയാണ്, SFI വളരെ പറഞ്ഞാൽ ഞാൻ വ്യക്തമായ വിശ്വസിക്കാൻ ദൃശ്യങ്ങളുള്ളതാണ്. അല്ല, ഒന്ന്. SFI രണ്ടാമത്തേത് പറയുന്ന മൊബൈലൊക്കെ ഈ ഞാൻ പറയുന്ന അറിയാറില്ല. സിസ തോമസ് ശാരീരിക ഞാൻ അതിക്രമത്തിന് പറഞ്ഞു. വിധേയമായതിനെ സംബന്ധിച്ച് മാധു, ഇത് ഞാൻ എന്തെങ്കിലും ഒരു പറഞ്ഞു. തെളിവുകളോ അല്ലല്ല, ദൃശ്യങ്ങളോ പുറത്തു മാധു. വന്നിട്ടുണ്ടോ എന്ന് SFI ചോദിക്കുന്നു സാർ. എന്ന് സിസ തോമസ് പറയുന്നു. ആ എന്ന് സിസ അതിന് ദൃശ്യങ്ങൾ വേണമെന്ന് SFI പറഞ്ഞാൽ എങ്ങനെയാ? ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അതിലെ പ്രതിസ്ഥാനത്തുള്ള ആൾ ചോദിക്കുന്ന ദൃശ്യങ്ങൾ എവിടെ? എല്ലാം ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സാർ, അതായത് ആദ്യത്തെ എഫ്ഐആറിൽ അങ്ങനെ ആദ്യത്തെ എഫ്ഐആറിൽ ശാരീരിക അതിക്രമം എന്നൊരു കാര്യമില്ല. ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അവിടെ ഈ പറയുന്ന ഒരു മിനിറ്റ്, അതിനുശേഷം ഉണ്ടാകുന്ന എഫ്ഐആറിലാണ് ഈ പറയുന്ന പരാതി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഞാൻ പറയാം. ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഞാൻ ആ കാര്യം പറഞ്ഞത്. എന്നിട്ട് ഈ വിഷയത്തിൽ ഗൗരവമായ ഇടപെടൽ നമ്മൾ ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന കേരള പോലീസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല. ആ അവസരത്തിൽ കഴിഞ്ഞ ദിവസം അറ്റ് ഹോം പരിപാടി, അതായത് ഓഗസ്റ്റ് 15-ന് അതിദീർഘമാണ്. നമുക്ക് സർവകലാശാല ചട്ടം മുഴുവൻ വിശദീകരിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. അല്ല, എനിക്കിത് പറയണം. അല്ലല്ല, അങ്ങനെയല്ല. ചട്ടം ഞാൻ പറയുന്നില്ല. അവിടെ വെച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറും ബഹുമാനപ്പെട്ട ചാൻസലറും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആവശ്യം ചാൻസലർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. അങ്ങനെ DGP നേരിട്ട് വിളിച്ച മുന്നോട്ട് വെക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ചാൻസലർക്ക് അതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം കത്തയക്കണം, അദ്ദേഹം സർക്കാരിന് കത്തയക്കണം എന്നതാണ് ചെയ്യേണ്ടത്. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയക്കണം. അല്ല, അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഡയറക്റ്റ് ചെയ്യാൻ കഴിയുന്ന അധികാരമുണ്ടോ? പോലീസിനെ വിളിച്ച് ഡയറക്റ്റ് ചെയ്യണമെന്ന് പറയുന്ന അധികാരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് എന്താ വെച്ചാൽ മാധുവിന് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ കൗണ്ടർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിൽ വസ്തുത ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ടോ തുടർച്ചയായിട്ട് എന്നെ തടസ്സപ്പെടുത്തുക. എനിക്ക് ചാൻസലറും തമ്മിൽ ആശയവിനിമയം നടത്തുന്ന പേരിലാണ് ആ നടപടി എന്ന് അങ്ങ് എന്നോട് ആദ്യം ചോദിച്ചു, മാധുവിനോട് പറഞ്ഞു എന്ന്. എന്നിട്ട് രണ്ടാമത് അങ്ങ് പറയുന്നു അങ്ങനെ നടപടി ഉണ്ടായത് ആശയവിനിമയത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ പിന്നെ കൗണ്ടറും റദ്ദുമൊക്കെ അങ്ങ് തന്നെ ചെയ്തിരിക്കുന്നു. ശ്രീ AK രാജ് അങ്ങ് തന്നെ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലും അതിനുള്ള അധികാരം ഗവർണർ നിക്ഷിപ്തമായി എന്നതായിരുന്നു എന്റെ ചോദ്യം. ഒന്നും ഞാൻ ചെയ്യില്ല. എനിക്ക് അങ്ങനെ കോൺട്രഡിക്ടറി വ്യൂസിൽ എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. അങ്ങ് പറയുന്നതൊക്കെ എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. മറ്റുള്ളവർ പറയുന്നത് മറ്റുള്ളവർക്കാർക്കും മറുപടിയില്ല, മറ്റുള്ളവർക്കാർക്കും പോയില്ല. അങ്ങ് മാത്രം. മാധുവിന്റെ ചോദ്യങ്ങൾ എത്ര ദൈർഘ്യമുണ്ട്? മാധു ചോദിക്കുന്നത്, മാധുവിന്റെ ഒറ്റ ചോദ്യത്തിൽ 5 പോയിന്റ് ഉണ്ട്. ഇതിൽ 2 പറയുമ്പോഴത്തേക്ക് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു. ഞാൻ കഴിഞ്ഞ തവണ 2 കാര്യം ചോദിച്ചു. അങ്ങ് ചാൻസലർ എന്ന പദവി മാത്രം എടുത്തു. അതുകൊണ്ട് ഞാൻ ഇത്തവണ വന്നപ്പോൾ എന്താ പറയുമോ, പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ഇടപെടാമോ എന്നൊരൊറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. 5 ഒന്നുമില്ല. 5 ഒന്നുമില്ല. പൊതുഭരണവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം. അങ്ങ് ദീർഘമായി പത്രപാരായണം നടത്തിയത് കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഒക്കെ ശരി, ഞാൻ അതെല്ലാം എന്റെ മാധു ശരിയൊക്കെ സംഭവിച്ചു. ഇനി ഉത്തരം പറയണ്ടോ? പറയൂ. ഞാൻ എന്ത് ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്? അങ്ങ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വൈസ് ചാൻസലറും ചാൻസലറും തമ്മിൽ ആശയവിനിമയം നടത്തിയിട്ടാണ് ഈ നിലപാടെടുത്തത് എന്ന്. എനിക്ക് അപ്പോഴും അതിൽ പറയാനുള്ളത്, സാർ, അങ്ങനെ ആശയവിനിമയം നടത്തിയാലും പോലീസിനെ ഡയറക്റ്റ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്കില്ല എന്നത്. അതിലെന്താ തെറ്റ്? അങ്ങനെ ചെയ്യാൻ കഴിയില്ല സാർ, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അല്ലല്ല, പോലീസിന്റെ നടപടിയിൽ ഗവർണർക്ക് എതിർപ്പുണ്ടായെങ്കിൽ ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെടണം. അദ്ദേഹത്തിന് ആശയവിനിമയം നടത്താം. DGP നേരിട്ട് വിളിക്കാൻ കഴിയില്ല. എനിക്ക് അല്ലല്ല, പറ്റില്ല. ആരും പറയണ്ട, പറ്റില്ല. ഇത് മാധുവാണ് തീരുമാനിക്കുന്നത്. തീരുമാനിക്കുന്നത്. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ മുഹമ്മദ് ഷമാസ്, ഞാൻ മനസ്സിലാക്കുന്ന ഭരണഘടന അനുസരിച്ച് ലോ ആൻഡ് ഓർഡർ, പോലീസ് അഡ്മിനിസ്ട്രേഷൻ, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഫാൾ അണ്ടർ ദ എക്സിക്യൂട്ടീവ് കൺട്രോൾ ഓഫ് ദ ഇലക്ടഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നതാണ് എനിക്കറിയാവുന്ന കാര്യം. ഗവർണർ cannot act as an investigation authority or legally direct the police on how to handle, prosecute or cross a specific criminal case എന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന, നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സുപ്രധാനമായ എന്തെങ്കിലും പ്രത്യേകമായ അധികാരം ഈ ലോ ആൻഡ് ഓർഡർ ആയി ബന്ധപ്പെട്ട് ഗവർണറിലുണ്ടോ? ഒരിക്കലുമില്ല. മാധു പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് അതിന്റെ ശരി. കൃത്യമായി നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഭരണഘടന 167 വകുപ്പ് അനുസരിച്ച് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റേറ്റിന് അണ്ടറിൽ വരുന്നുണ്ട്, അതായത് ഗവർണർ റോൾ എന്താണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് റോൾ എന്താണെന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച്
തന്നെയാണ് മുന്നോട്ട് പോകേണ്ടതും. ഈ പറഞ്ഞ പോലീസിനെ പിടിച്ച് ഇന്നാവപ്പെട്ട് കേസെടുക്കുമെന്ന് പറയാനുള്ള അധികാരമൊന്നും ഗവർണർക്കില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നമ്മളൊക്കെ ഒരു സത്യത്തിൽ ഇതൊരു ഊഹത്തിന്റെ പുറത്താണ്, അങ്ങനെ പറഞ്ഞോ എന്നോ അല്ല ആ രീതിയിൽ ഡയറക്ഷന്റെ പുറത്താണ് കേസെടുത്തു എന്നുള്ള അഭിപ്രായമില്ല. കൃത്യമായ ഒരു പരാതി നിലനിൽക്കുന്നു. സിസ തോമസിന്റെ ഒരു പരാതി, എന്നെ ഇന്ന രീതിയിലൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്, എനിക്ക് ഇന്ന രീതിയിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു പരാതി നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായി അതിനകത്ത് FIR ഇട്ടതിന് നടപടികളിലേക്ക് കടക്കുക എന്നുള്ള ഉത്തരവാദിത്വം പോലീസിനെ സംബന്ധിച്ചുണ്ട്. അവിടെ ഇപ്പൊ തെളിവ് എവിടെ എന്നുള്ള രീതിയിലേക്കുള്ള ബാലിശമായ വാദങ്ങൾ, ആ ദൃശ്യങ്ങളിലേക്ക് തെളിവിന്റെ കഥയൊക്കെ നമ്മൾ പണ്ട് വീണ ജോർജിന്റെ വിഷയത്തിൽ സമാനമായ രീതിയിൽ 16 ദിവസം KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ജയിലിൽ കിടക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്. ഇന്ന് അതൊക്കെ എന്തായി എന്നുള്ള കഥയൊക്കെ നമുക്കറിയാം. അന്ന് അങ്ങും അങ്ങയുടെ പ്രസ്താവനവും ചോദിച്ചത് എവിടെയെങ്കിലും തെളിവ് വന്നിട്ടെന്തായി? തീർച്ചയായും അതെ, അതിന്റെ മെറിറ്റിലേക്ക് അന്ന് പോയി. ഇന്നിപ്പോ ആ ദൃശ്യം ഉൾപ്പെടെ പുറത്തു വന്നിട്ട് എന്തായി എന്നുള്ള ചോദ്യം കൂടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ സ്വാഭാവികമായ ഒരു പോലീസ് നടപടി. അന്ന് ഈ പറഞ്ഞ ഇതേ ന്യായീകരണം നിരത്തിയ ആളുകൾ എന്താ പറഞ്ഞത്? പോലീസിന് പരാതി കിട്ടിയാൽ, മൊഴി കിട്ടിയാൽ അത് ആ രീതിയിൽ തന്നെ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് അന്വേഷിക്കേണ്ടതായിട്ട് വരും. അതേ വാദം തന്നെയല്ലേ ഇപ്പോഴും നിലനിൽക്കുന്നത്. സിസ തോമസിനെ ന്യായീകരിക്കണോ അല്ലെങ്കിൽ അവര് അല്ല, അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണല്ലോ ഇവിടെയും വരുന്നത്. അന്ന് പറയുന്ന അതേ വാദഗതി തന്നെയല്ലേ ഇവിടെയും ഉയർന്നു നിൽക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും അന്ന് അങ്ങനെ ഇന്നിങ്ങനെ നമുക്ക് എനിക്കോ മാധുവിനോ അല്ലെങ്കിൽ ശിവപ്രസാദിനോ പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. കൃത്യമായി ഓരോ സിറ്റുവേഷനും പറഞ്ഞ പോലീസ് ഓക്കെ ഞങ്ങൾ അംഗീകരിച്ചു, ഞങ്ങൾ അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു, നിയമവശങ്ങൾ തേടി കോടതി ഉൾപ്പെടെ സമീപിച്ചു. ഞങ്ങൾ അതിനകത്ത് സാധ്യമായ എല്ലാ തരത്തിലുള്ള നിയമസാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്ന് തെളിയിച്ചത്. ഇപ്പോഴും അത് തുടരന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സമാനമായ രീതിയിൽ ഈ പറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ സംസ്കാരമല്ല, ഇപ്പൊ SFIയുടെ സംസ്കാരം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആ രീതിയിൽ അത് മുഖവിലക്ക് എടുക്കേണ്ടി വരുമെന്ന് ഇവർ ഈ പറഞ്ഞ എല്ലാ തോന്നിവാസവും കാട്ടിയിട്ടുള്ള ഒരു പാരമ്പര്യം ഉണ്ട്. അതങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള ചരിത്രം എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളാൻ പറ്റുന്നോ മായ്ച്ചു കളയാൻ പറ്റുന്ന ഒന്നല്ല. ആ ബോധ്യം ശിവപ്രസാദിനും വേണം. മുൻകാല ചെയ്തികളുടെ പരിണിത ഫലമാണ് ഈ പറഞ്ഞ അനുഭവിക്കുന്നതെന്നുള്ളത്. ശിവപ്രസാദ്, ഈ പറയുന്ന സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർക്കെതിരെ, പ്രിൻസിപ്പൽമാർക്കെതിരെയൊക്കെ നിങ്ങൾ ഇതിനു മുൻപ് ചെയ്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ വിമർശനം. ഇവിടെ ഗവർണറെ ന്യായീകരിക്കാൻ വേണ്ടി പ്രത്യേകമായി കരാറെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകൻ ആദ്യ റൗണ്ട് മുതൽ ചർച്ചയ്ക്കകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാക്ക് അക്കാഡമിഷ്യന്മാർ നേതൃത്വം കൊടുക്കുന്ന സർവകലാശാലകൾ എന്നാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം നിലവിലെ സർവകലാശാല വൈസ് ചാൻസലറെ പറ്റി പഠിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം മോഹനം കുന്നുമലിനെയാണ് അക്കാഡമിഷ്യൻ എന്ന് പറഞ്ഞ് നേരെ പോയതെന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അദ്ദേഹത്തെ വ്യക്തിപരമായി എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ സാർ, കേരള സർവകലാശാല പഴയ സർവകലാശാലയാണെന്ന് അദ്ദേഹം ഒരു വലിയ സുപ്രധാനമായ ന്യായം വെച്ചു. ആ കേരള സർവകലാശാല ഇരിക്കുന്ന മോഹനൻ കുന്നുമലിന് ഡോക്ടർ എന്നൊരു പ്രിഫിക്സ് ഉണ്ട്. പക്ഷെ ആ ഡോക്ടർ റേഡിയോളജിയിലെ ഡോക്ടറേറ്റ് ആണ്. അങ്ങ് തന്നെ പറഞ്ഞ വാദം, ഞാൻ കോട്ട് ചെയ്യുന്നില്ല, അങ്ങ് തന്നെ പറഞ്ഞ വാദം PhD തീസിസ് ഉള്ള 10 വർഷം അസിസ്റ്റന്റ് പ്രൊഫസറായ 10 വർഷം പ്രൊഫസർഷിപ്പുള്ള ഒരാളെ അല്ല കേരളത്തിലെ ചാൻസലർ വൈസ് ചാൻസലറായി കേരള സർവകലാശാല വെച്ചിരിക്കുന്ന ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ ചാൻസലർ ഉദ്ദേശം അങ്ങ് പറഞ്ഞതുപോലെ പച്ചവെള്ളം മാത്രം ചവച്ചിടിച്ചു കുടിക്കുന്ന നിഷ്കളങ്കന്റേതാണെന്ന് അങ്ങ് ധരിച്ചോളൂ. പക്ഷെ അത് ധരിക്കാൻ മാത്രം വിഡ്ഢികളല്ല കേരളത്തിലെ മനുഷ്യർ. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞത് അങ്ങയുടെ വാദം ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തന്നെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞതെന്താ, സർവകലാശാലകൾ എന്തിന് സാർ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. സർവകലാശാല അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഞാൻ കേട്ടുകൊണ്ടിരുന്നല്ലോ. സർവകലാശാലയിൽ എന്തിന് വിദ്യാർത്ഥികൾ സമരം ചെയ്യുമെന്നാണ് അദ്ദേഹം മറ്റൊരു ഭാഷയെ ചോദിച്ചത്. സർവകലാശാലകൾ RSS ശാഖയല്ല സാർ. RSSകാർ നിയമിച്ച വൈസ് ചാൻസലർമാർ കയറി വരുമ്പോൾ കയ്യടിയോടുകൂടി സ്വീകരിക്കാൻ കേരളത്തിലെ സർവകലാശാല RSS ശാഖയല്ല. അവിടെ സമരമുണ്ടാവും. ആ സമരങ്ങളോട് പ്രതികരിക്കാൻ സർവകലാശാലയുടെ അധികാരി എന്ന നിലയിൽ വൈസ് ചാൻസലർക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ KSUവിന്റെ പ്രതിനിധി ഉപയോഗിച്ചൊരു വാക്ക് ഒരല്പം കടന്നുപോയി. ബാലുഷ്യമായ കാര്യങ്ങൾ എന്ന്. പ്രിയപ്പെട്ട KSUവിന്റെ പ്രതിനിധി, കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സമരം അങ്ങേക്ക് ബാലുഷ്യമായി മാറുന്നത് സംഘപരിവാറുകാർ പറയുന്നതിലും കുറച്ചുകൂടി കഠിനമായ വാക്കായി പോയി എന്ന് മാത്രം ഗവർണറുടെ ഇടപെടലുകൾ പൊതുഭരണത്തിൽ ദൈനംദിന ഭരണത്തിൽ ഉണ്ടാകുന്നു. ചാൻസലർ എന്ന രീതിയിലല്ല, അദ്ദേഹം ഗവർണർ എന്ന നിലയ്ക്ക് തന്നെയാണ്. ചാൻസലർ എന്ന രീതിക്ക് എന്നുള്ളതല്ല, ഗവർണർ എന്ന രീതിക്ക് DGPയെ വിളിച്ചു വരുത്തി അദ്ദേഹം ഈ കാര്യങ്ങളിൽ ഡയറക്ഷൻ നൽകി എന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. സർക്കാരിന്റെ നിലപാട് എന്താണ് അതിൽ എന്നത് അറിയേണ്ടതുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. നോക്കാം തലക്കെട്ടുകൾ. Debate with Madhu Saji.